ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണി പ്രഭ, ഒരു ശരാശരി മലയാളി. ലെജൻഡ്സ് ദാറ്റ് എക്കോ ട്രാവൻകൂർ സീരീസിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 18ാമത്തെ കഥയായ കുഞ്ചുമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും. ഭ്രമയുഗം മൂവിയിൽ നമ്മൾ കൊടുമൺ പോറ്റിയെ കണ്ടുവല്ലോ. അതുവേ ഇതിറേ കേട്ടോ, ഇത് കുഞ്ചുമൺ പോറ്റി. ഇന്നത്തെ നമ്മുടെ കഥയിൽ രണ്ടുപേരുണ്ട്, കുഞ്ചുമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും. മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഞാൻ വളരെയധികം തപ്പി, ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ? ഉണ്ടെങ്കിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇവര് രണ്ടുപേരും സമകാലീനരായിരുന്നു. എന്നാലും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഒരു വിവരവും അവൈലബിൾ അല്ലാത്തത് ദൗർഭാഗ്യകരം തന്നെ. മറിച്ച് കുഞ്ചുമൺ പോറ്റിയെപ്പറ്റി പലതും പറയാനുമുണ്ട്. പുഞ്ചുമണ്ണും കുഞ്ചുമണ്ണും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐതിഹ്യമാല കഥയിൽ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കുഞ്ചമൺ പോറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുഞ്ചമൺ ഇല്ലത്തെക്കുറിച്ചാണ് എനിക്ക് കിട്ടിയ വിവരം. രണ്ടും ഒന്നാണെന്ന് കരുതി ഞാൻ മുൻപോട്ട് പോകുന്നു. കോട്ടയം പുതുപ്പള്ളിക്കടുത്തുള്ള പുഞ്ചമൺ ഇല്ലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മാന്ത്രിക വിദ്യയുടെ ഈ ഇല്ലം പുതുപ്പള്ളി കൈതേപ്പാലം കഴിഞ്ഞ് തെങ്ങണ റൂട്ടിൽ കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 300 വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ ഇല്ലത്തിന്. മാന്ത്രിക വിദ്യയുടെ തമ്പുരാനായിട്ടാണ് പുഞ്ചമൺ പോറ്റി അറിയപ്പെടുന്നത്. പുഞ്ചമൺ ഇല്ലത്തിലുള്ള ആളുകൾക്ക് പല ഉപാസനാമൂർത്തികളും ഉണ്ടായിരുന്നു. സാധാരണ ഇല്ലങ്ങളിലേതുപോലെ തന്നെ ദേവി, വിഷ്ണു അങ്ങനെയുള്ള ദേവന്മാരെ കൂടാതെ ബാലശാസ്താവിനെ പ്രത്യേകമായി ഇവർ ഉപാസിക്കുകയും ചെയ്തിരുന്നു. ബാലശാസ്താവ് എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാത്തരെന്ന് സാധാരണ ഭാഷയിൽ പറയും. ഈ ഉപാസനകളെല്ലാം കൊണ്ടുള്ള സിദ്ധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രവാദം എന്ന ഒരു കർമ്മ പദ്ധതിയിൽ ഇവരെല്ലാം ഏർപ്പെട്ടിരുന്നു. വളരെ പ്രസിദ്ധരായി തീരുകയും ചെയ്തു. എനിക്കിന്ന് ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റാനുണ്ട്. മന്ത്രവാദം എന്നു പറയുമ്പോൾ പലപ്പോഴും പല നാടകത്തിലെയോ സിനിമയിലെയോ ഒക്കെ കാണുന്നത് പോലെ വികൃതമായ ഒരു കാര്യമല്ല. അത് ഭാരതീയ മനോരോഗ ചികിത്സാ പദ്ധതിയാണ്. ഓർക്കുക, മന്ത്രവാദം ഭാരതീയ മനോരോഗ ചികിത്സാ പദ്ധതിയാണ്. ഭ്രാന്ത്, അപസ്മാരം, ഭൂതപ്രേതബാധ ഇങ്ങനെയൊക്കെ മനസ്സിനെ ബാധിക്കുന്ന പലതരം അസുഖങ്ങൾക്കുള്ള ഒരു വിശേഷപ്പെട്ട ചികിത്സാ പദ്ധതിയാണ്. അതിൽ ആയുർവേദവും മരുന്നുകളുടെ പ്രയോഗവും പൂജ, ഹോമം ഇതെല്ലാമുണ്ട്. പുഞ്ചമൺ ഇല്ലത്തെ ഇപ്പോഴത്തെ കാരണവരുടെ അഭിപ്രായത്തിൽ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ അതിന്റെ ഒരു നല്ല ചിത്രീകരണമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. പുഞ്ചമൺ ഇല്ലം ഒരു കാലത്ത് മലബാർ പ്രദേശത്തായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കലാപങ്ങളുടെ കാലത്ത് പുഞ്ചമൺ ഇല്ലത്തെ കാരണവർ കായംകുളം രാജാവിനെ സമീപിക്കുകയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി കായംകുളം രാജാവ് പുഞ്ചമൺ കുടുംബത്തിന് മാവേലിക്കരയിൽ സ്ഥലം കൊടുക്കുകയും ഇല്ല പണിത് താമസിക്കാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ മാവേലിക്കരയിലെത്തിയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവരിപ്പോൾ പുതുപ്പള്ളിയിലാണ് എന്ന്. അതെങ്ങനെയെന്ന് നമുക്കിനി നോക്കാം. മാവേലിക്കരയിൽ താമസിക്കുന്ന സമയത്ത് പുഞ്ചമൺ ഇല്ലത്തെ കാരണവർക്കും തെക്കുംകൂറിന്റെ പൗരോഹിത്യ സ്ഥാനം ലഭിക്കാനിടയായി. തെക്കുംകൂർ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് കേരള ഹിസ്റ്ററിയിൽ പതുക്കെ പഠിക്കാം. ഇപ്പൊ ഇത്രയും കരുതിയാൽ മതി. ഒരു രാജ്യത്തിലെ പ്രീസ്റ്റ് എന്ന ഒരു സ്ഥാനം കിട്ടി. ഞാൻ കേരള ഹിസ്റ്ററിയിലെ ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ, കേരളത്തിലെ പഴയ യാത്രകൾ കൂടുതലും നദികളിലൂടെയും കായലിലൂടെയും വഞ്ചികളിലായിരുന്നു, അതായത് ബോട്ടിലും ഒക്കെ ആയിരുന്നു. ഈ തെക്കൻകൂർ എന്ന് പറയുന്നത് ഒരു മധ്യ കേരളത്തിന്റെ ഭാഗത്തായി വരും. കൃത്യമായല്ല, എന്നാലും ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. വഞ്ചിയിലൊക്കെയായി തെക്കൻകൂറും മാവേലിക്കരയുമായുള്ള യാത്ര ക്രമേണ ഈ കുടുംബത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. ഈ കാര്യം രാജാവിനെ അറിയിച്ചപ്പോൾ താമസം ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നാണ് രാജാവ് പറഞ്ഞത്. അതിന്റെ ഭാഗമായി രാജാധികാരത്തിൽപ്പെട്ട കുറച്ച് സ്ഥലം അവർക്ക് കൊടുക്കുകയും അവിടെ ഇല്ലം നിർമ്മിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് പുതുപ്പള്ളിയിൽ ഇവർ ഇല്ലം പണിയുന്നത്. ഇല്ലം നിർമ്മാണത്തിനായി
സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വെട്ടിയ വഴിയാണത്രേ കൈതേപ്പാലം തെങ്ങണ റോഡ് എന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇങ്ങനെയാണ് ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് മാവേലിക്കരയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് കുടുംബം താമസം മാറിയത്. ഇന്നിപ്പോൾ ആരും മാവേലിക്കരയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മന്ത്രവാദം എന്ന മനോരോഗ ചികിത്സാ പദ്ധതി കുറച്ച് റോ ആയിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, സൈക്യാട്രി അങ്ങനെയുള്ളവ വികസിച്ചു കഴിഞ്ഞപ്പോൾ, അത് കുറച്ചുകൂടി ശാസ്ത്രീയമായതുകൊണ്ടും ഈ ഇല്ലത്തുള്ളവരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ മന്ത്രവാദമൊന്നും കാര്യമായി ഈ ഇല്ലത്ത് നടക്കുന്നില്ല. ഇതാണ് പുതുപ്പള്ളിക്കടുത്തുള്ള പുഞ്ചമൺ ഇല്ലത്തിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള വിവരം. ഇനി നമ്മൾക്ക് ശ്രീ കൊട്ടാരത്തിൽ ശങ്കണിയുടെ കഥയിലേക്ക് പോകാം. ഇതൊരു ചെറിയ കഥയാണ്. എന്നാൽ തന്നെയും ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ കഥയിൽ 2 സന്ദർഭങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ആ കഥ കേട്ടതിന് ശേഷം ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പുഞ്ചമൺ ഇല്ലത്തിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. കഥ ഇങ്ങനെ പോകുന്നു. ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമൺ പോറ്റിയും ശ്രീ പോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വിശ്വവിഖ്യാതനായ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലെ ഇല്ലപ്പേർ ആദ്യകാലത്ത് മറ്റപ്പള്ളി എന്ന് മാത്രമായിരുന്നു. ആ ഇല്ലത്ത് നിന്ന് ശ്രീ പോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ചു പ്രത്യക്ഷമാക്കി വന്നതിനാൽ അക്കാലം മുതൽ ഇല്ലപ്പേർ ഭദ്രകാളി മറ്റപ്പള്ളി എന്ന് പ്രസിദ്ധമായി തീർന്നു. അതിനാൽ എല്ലാവരും പറയുന്നതും ആ ഇല്ലത്തുള്ളവർ എഴുത്തുകുത്തുകളിൽ പേരുവെക്കുന്നതുമെല്ലാം ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് എന്ന് തന്നെയാണ്. സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി എവിടെയോ പോയി വരും വഴി വൈക്കത്ത് വന്നു ചേർന്നു. ഊണ് കഴിഞ്ഞ് നമ്പൂതിരിപ്പാടും പോറ്റിയും കൂടി ഓരോ വെടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോറ്റി പറഞ്ഞു, ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ചാത്തനെ തന്നെ സേവിക്കണം. ചാത്തൻ പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യമായി ഒന്നുമില്ല. ഇതെങ്ങനെ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, അല്ല, ഭദ്രകാളിയെയാണ് സേവിക്കാൻ. അവർ രണ്ടുപേരും തമ്മിൽ അവരവരെ സേവിക്കുന്ന മൂർത്തിക്കാണ് ശക്തി കൂടുതൽ എന്ന വാദമായി. അപ്പോൾ പോറ്റി പറഞ്ഞു, എന്നാൽ നമുക്കിതൊന്ന് പരീക്ഷിച്ചു തന്നെ നോക്കാം. നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അങ്ങനെ തന്നെയെന്ന് നമ്പൂതിരിപ്പാടും പറഞ്ഞു. രണ്ടുപേരും കൂടെ പോയി ക്ഷേത്രത്തിൽ മണ്ഡപത്തിൽ കയറിയിരുന്നു. ഉടനെ പോറ്റി പറഞ്ഞു, ആരെവിടെ, മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന്. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ ഒരു ഭൃത്യന്റെ വേഷത്തിൽ വെറ്റില തേച്ച് തെറുത്ത് മുറുക്കാൻ തയ്യാറാക്കി പോറ്റിക്ക് കൊണ്ടു കൊടുത്തു. ഉടനെ നമ്പൂതിരിപ്പാട് പറഞ്ഞു, കാളി എവിടെ, മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷാൽ ഭദ്രകാളി അതിസുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ മുറുക്കാൻ തയ്യാറാക്കി നമ്പൂതിരിപ്പാട്ടിലേക്ക് കൊണ്ടുചെന്നു. ഉടനെ പോറ്റി, ആരെവിടെ, കോളാമ്പി കൊണ്ടുവരട്ടെ. അപ്പോൾ തന്നെ ചാത്തൻ ഒരു കോളാമ്പിയും കൊണ്ട് പോറ്റിയുടെ അടുത്തെത്തി. പോറ്റി ആ കോളാമ്പിൽ തുപ്പുകയും ചാത്തൻ ആ കോളാമ്പി തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഉടനെ നമ്പൂതിരിപ്പാടും പറഞ്ഞു, കാളി എവിടെ, കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന്. അപ്പോൾ ഒരു സ്ത്രീ നമ്പൂതിരിപ്പാടിന്റെ അടുത്ത് ചെന്ന് കോളാമ്പി കൊടുത്ത് നമ്പൂതിരിപ്പാട് കോളാമ്പിൽ തുപ്പുകയും ആ സ്ത്രീയെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ മത്സരം മുറുകെ കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ചമൺ പോറ്റി പറഞ്ഞു, അവിടുന്ന് തന്നെ ജയിച്ചു, ഞാൻ മടങ്ങിയിരിക്കുന്നു. ഇത്രത്തോളം ഞാൻ കരുതിയില്ല എന്ന് സമ്മതിച്ച് പോറ്റി യാത്ര പറഞ്ഞ് തിരിച്ചുപോയി, വീട്ടിൽ പോയി. പോറ്റി തിരിച്ചു പോയതിനു ശേഷം ഭദ്രകാളി നമ്പൂതിരിപ്പാടിന്റെ അടുക്കൽ വീണ്ടും വന്നു. ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെക്കൊണ്ട് ചെയ്യിച്ചു കളയാമെന്ന് വിചാരിച്ചത് ഒട്ടും ശരിയായില്ല. ഇതൊക്കെ എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ ഇനി അവിടുന്ന് എന്നെ കാണുകയില്ല. എങ്കിലും അങ്ങ് ന്യായമായി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങേക്ക് സാധിച്ചു തരും എന്നരുളി ചെയ്ത് ഭദ്രകാളി മറയുകയും ചെയ്തു. ഇതാണ് ഐതിഹ്യമാലയിലെ കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോ ബന്ധങ്ങളും നമ്മൾ സമയവും വിശ്വാസവും കരുതലും കൂട്ടി വളരെ ശ്രദ്ധയോടുകൂടി നെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഓരോ ബന്ധവും. ആ ബന്ധം അഴിഞ്ഞു പോകാൻ ഒരു തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ആക്ട് മതി. എത്ര നല്ല ഫ്രണ്ട് ആയാലും, നമ്മളോട് എത്ര അടുപ്പമുള്ളവരാണ് എന്ന് കരുതിയാലും അവരുടെ ടെമ്പർ മനസ്സിലാക്കാതെ അവരോട് പെരുമാറരുത്. ഏതു ബന്ധമാണെങ്കിലും അത് അർഹിക്കുന്ന ബഹുമാനം കൊടുത്തു മാത്രമേ നമ്മൾ പെരുമാറാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിന് സംഭവിച്ച പോലെ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് പുഞ്ചമൺ ഇല്ലത്തിലേക്ക് തിരിച്ചു പോകാം.
ഞാൻ പറഞ്ഞ പുഞ്ചമൺ ഇല്ലത്ത് പരമ്പരാഗത ചികിത്സാ രീതികളെക്കുറിച്ചും പൗരാണിക ശാസ്ത്ര രീതികളെക്കുറിച്ചും അപൂർവ വിവരങ്ങൾ ഇപ്പോഴുമുണ്ട്. 500-ൽ പരം താളിയോല കെട്ടുകളും നിരവധി ഗ്രന്ഥങ്ങളും അവിടെ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിക്കുന്നു. ഇത്രയും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഈ വസ്തുക്കളൊക്കെ ആരെ വിശ്വസിച്ച് ഏൽപ്പിക്കും എന്ന ധർമ്മസങ്കടത്തിലാണ് ആ ഇല്ലത്തിലുള്ളവർ ഇപ്പോൾ. സർക്കാരിനെ ഏൽപ്പിച്ചാൽ അവർ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. മറ്റു വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഏൽപ്പിച്ചാൽ അവിടെയും അതത്ര സുരക്ഷിതമൊന്നുമായിരിക്കില്ല എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ താളിയോലകളിൽ ചികിത്സ, ആയുർവേദം, മന്ത്രവാദം, തന്ത്രം, തന്ത്രശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം, പിന്നെ പല ഇതിഹാസ കൃതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുഞ്ചമൺ ഇല്ലത്തിലുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി ചില ഉദ്യോഗസ്ഥർ വന്ന് ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള നല്ല രീതികളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതനുസരിച്ച് ഈ ഗ്രന്ഥങ്ങളെല്ലാം അവർ അടുക്കി സൂക്ഷിക്കുന്നു. അതുമാത്രമല്ല, ഈ ഗ്രന്ഥങ്ങൾ എല്ലാം ഡിജിറ്റൽ ഫോമിലാക്കി അതെല്ലാം റിസർച്ച് ചെയ്യുന്നവർക്ക് സഹായം ആകുന്ന രീതിയിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ആർക്കു വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ഭാഗത്തിന് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ഇതുവരെ താളിയോലകൾ കണ്ടിട്ടുണ്ടോ? ഈ താളിയോലകൾ വായിക്കാൻ ഒരു പ്രത്യേക രീതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ചിരട്ടക്കരി കുഴമ്പ് രൂപത്തിലാക്കി ഈ താളിയോലകളിൽ തേച്ചു പിടിപ്പിക്കുമ്പോൾ അക്ഷരക്കുഴികളിൽ കരി പിടിക്കും. അങ്ങനെയാണ് ഇവ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭാരത സർക്കാരിന്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉപദേശവും സാമ്പത്തിക സഹായവും ഈ രേഖകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഈ കുടുംബത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഇല്ലത്തെക്കുറിച്ച് ഞാൻ കേട്ട വേറൊരു കാര്യം, ഈ ഇല്ലത്തെ പറമ്പിൽ വീഴുന്ന ഒരു മടലോ തേങ്ങയോ പോലും ആരും എടുത്തുകൊണ്ട് പോകില്ല എന്നതാണ്. ഇന്നും ചാത്തൻ ഈ ഇല്ലത്തിന് കാവലുണ്ട് എന്നാണ് സമീപവാസികൾ വിശ്വസിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും പുഞ്ചമൺ ഇല്ലത്തിനെക്കുറിച്ചുള്ള ഈ വിശേഷവും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിന്റെ കഥയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കഥ വായിക്കുകയും അതുമാത്രമല്ല ലോക എന്ന മൂവി കാണുകയും ചെയ്തപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. കേരളത്തിൽ നമുക്ക് ചാത്തനുണ്ട്, മർദ്ദയുണ്ട്, യക്ഷിയുണ്ട്, അല്ലേ? അങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതിനെയൊക്കെ കൂടുതലൊന്ന് വിവരിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് കരുതുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ലോക മൂവി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെയാണല്ലോ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. മാവൽ മൂവീസിന്റെ സൂപ്പർ ഹീറോസിന്റെ പുറകെ നടന്ന നമ്മുടെ യങ് ജനറേഷൻ ഇപ്പോൾ നമ്മുടെ ഹോൺഗ്രോൺ മിസ്റ്റിക് ക്രീച്ചേഴ്സിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ്. എന്തായാലും അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്ത് ഭാവിയിൽ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.